കഴിഞ്ഞ ദിവസം ഇന്നും ഇന്ത്യയിലെ മീഡിയ ആയാലും സോഷ്യൽ മീഡിയ ആയാലും വലിയ ചർച്ചയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 70 മുതൽ 80 ടൺ ഏകദേശം 1,00,000 കോടി രൂപയുടെ സ്വർണം വിറ്റോ ഇല്ലയോ, ഇതാണ് ചോദ്യം. ഇതിനെപ്പറ്റി ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ബ്ലൂംബർഗ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ന്യൂസ് ഔട്ട്ലെറ്റാണ്. അത് റിപ്പോർട്ട് ചെയ്യുന്നയാളാരാ? അഭിഷേക് ഗുപ്ത. മോദിനോമിക്സ്, മോദിയുടെ എക്കോണമിയെ പറ്റി ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്നയാളാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന യങ്സ്റ്റേഴ്സിലുള്ള നല്ലൊരു എക്കണോമിസ്റ്റാണ്. കാരണം യങ് ജനറേഷൻ ആ ഒരു രീതിയിൽ, പഴയ എക്കണോമിസ്റ്റ് അല്ല, ന്യൂ ജനറേഷൻ എക്കണോമിസ്റ്റ് എന്ന് പറയാം. അദ്ദേഹമാണ് ഇത് റിപ്പോർട്ട് ചെയ്ത എക്കണോമിസ്റ്റ്. അതിൻ്റെ എക്കണോമിക് കോളത്തിനകത്ത് എന്താണിത് പറയുന്നത്? അതായത് കഴിഞ്ഞ മാസം മെയ് 20 മുതൽ 31 ആ ദിവസങ്ങൾക്കുള്ളിൽ, ഏകദേശം 2 ആഴ്ച, ആ സമയത്തിനുള്ളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏകദേശം 12 ബില്യൺ, അതായത് ഏകദേശം 1,00,000 കോടി, 1,00,000 കോടിക്ക് അധികം വരും, 1,15 ലക്ഷം കോടി അടുപ്പിച്ച് വരും. അത്രയും സ്വർണം വിറ്റു, ലൈക്ക്ലി ടു ബി സോൾഡ്. ഇത് സോഷ്യൽ മീഡിയ വലിയ സംഭവമായി, വാർത്തയായി, പ്രശ്നമായി കഴിഞ്ഞപ്പോൾ RBI ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. മാർച്ച് ഏപ്രിലിലെ ഡേറ്റ കൊടുത്ത് വീണ്ടും പൊട്ടന്മാരാക്കി. കാരണം ഇതിൻ്റെ ഈ മെയ്യുടെ ഡാറ്റ വരാൻ പോകുന്നേ ഉള്ളൂ. ആ ഡേറ്റ കൊടുത്തവർക്ക് സംഭവം ഉണ്ടായിട്ടില്ല. അതേ കള്ളവാ പറയുന്നത്. ഇനി എടുത്തു നോക്കുക എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വശം. ഈ പറഞ്ഞ സമയങ്ങളിൽ ഇന്ത്യൻ രൂപയുടെ കറൻസി ഡീവാലുവേഷൻ ഉണ്ടായി. അതായത് വിറ്റ് കഴിഞ്ഞപ്പോൾ ഡീവാലുവേറ്റ് ചെയ്തു. അത് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ മോദി ഇന്ത്യയിൽ വന്ന ശേഷം ഇന്ത്യയിലെ അറിയപ്പെടുന്ന, ഗ്ലോബലി അറിയപ്പെടുന്ന ക്രെഡിബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്. അതിന് പ്രത്യേകതയുണ്ട്. അവർ ഈ പറയുന്ന കള്ളത്തരവും പരിപാടിയും ഒന്നും പറയത്തില്ല. പക്ഷെ നോട്ട് കറൻസി ബാൻ മുഴുവനും പറഞ്ഞത് കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് പറയുന്നത് മുഴുവനും കള്ളം. അതേപോലെ ഈ സംഭവം ആൾക്കാർ വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ, സോഷ്യൽ മീഡിയ പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അടുത്ത നരേറ്റീവും കള്ളത്തരവുമായിട്ട് വന്നു. യഥാർത്ഥത്തിൽ ഈ സാധനം വിറ്റു. കാരണം ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഷോർട്ടേജ്, ഇതിന് യഥാർത്ഥ ഫോറിൻ എക്സ്ചേഞ്ചാണ് ഈ ഗവൺമെൻറ് പറയുന്നത്. ഈ കാണിക്കുന്നതൊക്കെ സത്യമാണോ എന്ന് പോലും അറിയത്തില്ല. കാരണം മോദി ഗവൺമെൻറ്റും ഈ BJP ഗവൺമെൻറ്റും ഡേ 1 ഓൺവേർഡ്സ് മുഴുവനും കള്ളമാണ് പറയുന്നത്. അവരൊന്നും പറഞ്ഞിട്ടില്ല ഔട്ട്ഫ്ലോ ഇത്രമാത്രം കൂടി. FDI ലോകത്തിലെ 4ാമത്തെ എക്കോണമി, ഇന്ന് 7ാമത്തെയായി. കൊറിയൻ നമ്മളെ മുമ്പിലായി. അത് നേരത്തെ തായ്വാൻ മുമ്പിലായി, ഇപ്പോൾ കൊറിയൻ മുന്നിലായി. നമ്മൾ ഏകദേശം 7ാമത്തെ ലോകത്തിലെ എക്കോണമിയായി മാറി. കാരണം ഏത് റേഞ്ചിൽ? സ്റ്റോക്ക് മാർക്കറ്റ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്? അതാണൊരു ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പോഴും BJP, ഈ RBIയുടെ, ഈ ഫിനാൻസ് മിനിസ്ട്രിയിലെ ഒഫീഷ്യൽസ് പറയുന്ന തമാശ കേൾക്കണം. ഇതൊക്കെ വെറും നമ്പരാണ്. ഈ നമ്പറിൽ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതേ നമ്പരും കൊണ്ടല്ലേ മോദി ലോകം മുഴുവനും പോയി പറഞ്ഞത്, ഇന്ത്യയിലുള്ള ആൾക്കാരെ മുഴുവനും പൊട്ടനാക്കിയത് ഇതേ നമ്പർ വെച്ചാണ്. ഇനി കൊറിയയുടെ താഴെ കിടക്കുന്ന രാജ്യങ്ങൾ നോക്കുക, വളരെ ചെറിയ നാരോ വ്യത്യാസമാണ്. ഇന്ത്യയുടെ മുകളിലുള്ള രാജ്യങ്ങൾ നോക്കുക, നല്ല വ്യത്യാസം. അത് നോക്കിയാലേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് ഒരു വർഷമൊന്നും എടുക്കത്തില്ല, ഒരു 3, 4, 5 മാസം കഴിയുമ്പോൾ ഇന്ത്യ 12ാം സ്ഥാനത്തോട്ട് പോകും. ഇനി സ്വർണം വിറ്റതായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഒരു സാധാരണക്കാരനാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെ വീട്ടിൽ സ്വർണം കാണും. അതൊരു ഇന്ത്യക്കാരൻ്റെ രീതിയാണ്. വിവാഹത്തിന്, മറ്റുള്ള ആവശ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്, ഹൈ വാല്യൂ ഗിഫ്റ്റ് എല്ലാം ഈ ഗോൾഡുമായി ബന്ധപ്പെട്ട് സംഭവങ്ങളാണ്.
പക്ഷെ ഗോൾഡ് നമ്മുടെ വീടുകളിലെ ഒരു അസറ്റ്. അതായത് നമ്മൾ ഇതുകൊണ്ട് പണയം വെക്കുന്നു, അത് ഉപയോഗിക്കുന്ന, അവസാനം പണം കിട്ടി നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ട് പണം വരുന്ന സമയത്ത് ഇത് ലേലത്തിലൊന്നും പോകാൻ നോക്കാതെ നമ്മൾ ഈ ഗോൾഡ് തിരിച്ചെടുക്കും, അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത്. അങ്ങനൊരു വലിയ മാർക്കറ്റും ഇൻഡസ്ട്രിയും ഇന്ത്യയിലും കേരളത്തിലും, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ മാർക്കറ്റുണ്ട്, ഇന്ത്യയിലും ഉണ്ടത്. അപ്പോൾ ഒരു പാരാ ബാങ്കിങ് പോലെ നിൽക്കുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പം മനസ്സിലാക്കുക, 1991 ചന്ദ്രശേഖർ ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇതേപോലെ ഗോൾഡ് കൊണ്ടുപോയി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ട് പണയം വെച്ചിട്ടാണ് ഇവിടെ ക്രൂഡ് ഓയിൽ. ഒരു വഴിയില്ല, കാരണം പണയം വെച്ചു, മോർഗേജ് ആയിരുന്നു. അതിനുശേഷം നരസിംഹറാവ് വന്നു, അദ്ദേഹം മോർഗേജ് ചെയ്തു. പക്ഷേ ഇന്ത്യക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് വന്നപ്പോൾ നമ്മൾ ഇതിന് തിരിച്ചെടുത്തു. ഇതാണ് ഉണ്ടായത്. പക്ഷെ ഇന്ന് വരെ, ചരിത്രത്തിൽ ഇന്ന് വരെ BJP സംഘപരിവാർമാരെ ഇന്ന് വരെ, ചരിത്രത്തിൽ ഇന്ന് വരെ ഇന്ത്യയുടെ ഗോൾഡ് നമ്മൾ വിറ്റിട്ടില്ല. കാരണം നമ്മുടെ നാഷണൽ അസറ്റാണ്. അതുകൊണ്ടാണ് അത് വിൽക്കാതിരുന്നത്. മോർഗേജ് ചെയ്യും ആവശ്യത്തിന്. എന്തുകൊണ്ട് വിൽക്കേണ്ട ഗതികേട് വന്നു? നമ്മുടെ വീടുകളിൽ തന്നെ, നമ്മൾ ഓരോ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ എടുക്കുക. എന്തുകൊണ്ടാണ് വിൽക്കേണ്ട ഗതികേട് വരുന്നത്? ചിലപ്പോൾ ഇതങ്ങ് ലേലത്തിൽ പോകും, ഒരു നിവർത്തിയില്ലാതെ വരും, അപ്പോൾ അങ്ങ് വിൽക്കും. ഇതാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു നിവർത്തിയില്ല. അല്ലെങ്കിൽ 70-80 ടൺ ഗോൾഡ് കൊണ്ട് വിൽക്കുമോ ഈ നാഷണൽ അസറ്റ്? എന്നിട്ട് പറയുന്ന കള്ളത്തരങ്ങളും നരേറ്റീവ്സും ഒരു ഭാഗത്ത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ എക്കോണമിക് കൊളാപ്സ് ഉണ്ടാകുമെന്ന് ഏകദേശം 1 വർഷം മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തതാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പോക്ക് ശരിയല്ല, പോളിസി ശരിയല്ല. FII, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, FPI, അതായത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം ഫ്ലോപ്പായി, ഔട്ട്ഫ്ലോ അങ്ങ് കൂടുകയാണ്. ഇത് പൊളിയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഗ്രാജുവലായിട്ട് നിങ്ങൾ കാണുകയാണ്, സ്വർണം വരെ വിൽക്കുന്ന ഗതികേടിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഒരു ഗുജറാത്തിയായ 7ാം ക്ലാസ്സുകാരൻ കൊണ്ടെത്തിച്ചു. ഇതാണ് അതിൻ്റെ വളരെ പിവറ്റലായിട്ടുള്ള മാറ്റർ. എക്കോണമി അറിയത്തില്ല, ഇതെങ്ങനെ റിപ്പയർ ചെയ്യണമെന്ന് അറിയത്തില്ല. ഈഗോയും പരിപാടിയും ഗുരുവുമായിട്ടങ്ങ് നടക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ രൂക്ഷമായിട്ടാണ് പോകുന്നത്, രൂക്ഷമായിട്ട്. ഇതിപ്പോൾ ഇറാൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ചുമ്മാ പറയുന്ന കള്ളത്തരങ്ങളാണ്. ഇറാനും ആ വാറും ഇതുമായിട്ട് ഉണ്ട്, അത് പെട്ടെന്ന് എക്സ്പോസ് ചെയ്ത് കൈ കൊടുത്തു. ഇതാണ് അതിൻ്റെ കാരണം. ഇത് വല്ലാത്ത രീതിയിലാണ് ഈ സംഭവങ്ങൾ പോകുന്നത്. ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് പെട്രോളിയം പ്രോഡക്റ്റ്, LPGയുടെ ഒക്കെ വില കൂട്ടുന്നത്. എന്നാൽ ഈ അടുത്ത സമയത്തിൻ്റെ വില കുറയുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ റിഫ്ലക്ഷനും റിയാക്ഷൻസ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ അത് കുറയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ കപടതകളും കള്ളത്തരങ്ങളും മാത്രമാണ്. ഈ ക്രൂഡിനും റഷ്യൻ ഓയിലൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ചീപ്പായിട്ട് കിട്ടി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ 50 ലക്ഷം, ഏകദേശം 30 ലക്ഷം കോടിയോളം രൂപ നമുക്ക് കിട്ടി ടാക്സ് ഇനത്തിൽ. ഇന്ന് വരെ ഗവൺമെൻറ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും നമ്മുടെ കയ്യിൽ ഓയിൽ ബോണ്ടിൽ നമ്മുടെ കയ്യിലുണ്ട്, പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടേ ഇല്ല. അതും കപടത. അതായത് മുഴുവനും കപടതയിൽ പോവാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കപടത പാടില്ല. ഇപ്പോൾ CBSEയുടെ കാര്യം എടുക്കാം. ആദ്യം മുതൽ കള്ളത്തരവും കപടതയും പറയുന്നു, ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നു, അവരുടെയാണ് പ്രശ്നമെന്ന് പറയുന്നു. പിന്നീട് അവസാനം 2 ദിവസം മുമ്പ് CBSEയുടെ ചെയർമാനും സെക്രട്ടറിയും രാജിവെക്കുന്നു, അവരെ എടുത്ത് മാറ്റുന്നു. കാരണം ജനരോക്ഷം കൂടി. ഇതാണ് കള്ളത്തരവും കപടത. ആദ്യം മുതലേ ഗവൺമെൻറ് ഫെയർ ആയിട്ടങ്ങ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം, ആരാണ് തെറ്റ് കാണിച്ചത് അവനെ ശിക്ഷിക്കണം. ഇവിടെയും എക്കോണമിയിലും അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. എന്താണ് തെറ്റുപറ്റിയത്? ഇന്നും ഗവൺമെന്റിന് മനസ്സിലാവുന്നില്ല എന്ത് തെറ്റുപറ്റി. ഇത്രമാത്രം പണം ഇവിടുന്ന് ഒഴുകിപ്പോകുന്നു. ഞാൻ അടുത്ത വേറെ വീഡിയോയ്ക്കകത്ത് ചെയ്യാം. 200 ലക്ഷം കോടി രൂപയാണ്, 200 ബില്യൺ. അതായത് കഴിഞ്ഞ 6 മാസം കൊണ്ട് അമേരിക്കയിലോട്ട് പോയത് H1B വിസയുമായി ബന്ധപ്പെട്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ ഒരു വലിയ ഗതികേടാണ്. ആലോചിച്ച് നോക്കുക.
$200 ബില്യൺ, 2 ലക്ഷം. അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കാം, ഈ ഗവൺമെൻറ് ഇങ്ങനെ ഫർദർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായിട്ട് പോകും. ഇത് സ്വർണം വിറ്റു, നാളെ മറ്റു പലതും വിൽക്കും. കാരണം വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഡീപ്പായിട്ട്, അതും പറയുന്നത് ചില നമ്പേഴ്സാണ്. ഈ രീതി പോയിട്ടൊന്നുമില്ല ഇന്ത്യൻ കറൻസി. ഇത്ര ദാരുണമായിട്ട് ഇന്ത്യൻ എക്കോണമി. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഏകദേശം 60 വർഷം കോൺഗ്രസ് ഇന്ത്യയിൽ ഭരിച്ചു. നമ്മൾ പൂർണ്ണമായിട്ടും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു എക്കോണമി ആയിരുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളത് മൻമോഹൻ സിംഗ് അത് ഗ്ലോബലൈസ് ചെയ്തു റാവുവിൻ്റെ സമയത്ത്. പക്ഷെ പൂർണ്ണമായിട്ടും അമേരിക്കൻ ഡിപ്പെൻഡഡ് ആയിരുന്നില്ല. പക്ഷെ നരേന്ദ്രമോദി 2014 വന്നു കഴിഞ്ഞപ്പം അത് ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കയ്യിലോട്ട് കൊടുത്തു. അതാണ് പിന്നീട് അമേരിക്കയായിട്ട് ഉടക്കായി. ആ സംഭവം സെറ്റിലാവുന്നില്ല. ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നു, 13% വീണ്ടും ടാരിഫ് ഇന്ത്യക്ക് മേൽ ഇമ്പോസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ട്രേഡ് ഡീല് ഇന്നും എവിടെ എത്തിയില്ല. അമേരിക്കൻ ട്രേഡുമായിട്ട് ബന്ധ ആർട്ടിക്കിൾ 301 ഫോഴ്സ്ഡ് ലേബറുമായി ബന്ധപ്പെട്ട് വീണ്ടും മാർക്ക് റൂബിയോയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഇന്ത്യക്ക് കുറച്ച് കൺസെഷൻ കൊടുത്തിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ. ആ വേവർ എടുത്ത് കളയാൻ പോവുകയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടേഡാണ് ഇന്ത്യ. ഒന്നില്ലേ പോയി സറണ്ടർ ചെയ്യുക, അവരുമായിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിക്കുക. അല്ലെങ്കിൽ അവിടെയും ഇവിടെയും ഇല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, അതിൻ്റെ എക്കോണമി ഓരോ ഇന്ത്യക്കാരനും സഫർ ചെയ്യുകയാണ് ഇന്നത്തെ ക്രൈസിസിൽ. ജോലി നഷ്ടപ്പെടുന്നു, അത് നഷ്ടപ്പെടുന്നു, ഇത് നഷ്ടപ്പെടുന്നു. ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത സ്ഥിതിയായി മാറുന്നു. ഇപ്പോൾ സ്വർണവും കൂടെ കൊണ്ട് വിറ്റു. അതായത് ഇനി വിൽക്കാനൊന്നുമില്ല എന്ന് നമ്മുടെ വീടുകളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിലെ അഡ്മിനിസ്ട്രേഷൻ ഓരോന്നും വിൽക്കാൻ, അതായത് വിദേശത്ത് കൊണ്ട് വിൽക്കുകയാണ്. ഓരോ ദിവസം നടന്നു പോകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ അതീവ ഗുരുതരമായിട്ട് പോകുന്നു. തള്ളു മാത്രം ഒരു കുറവുമില്ല. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തള്ളും അങ്ങ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ ഓരോ ഇന്ത്യക്കാരനും അറിയാൻ തുടങ്ങി. കാരണം അവർക്കിത് വിസിബിളായിട്ട് അനുഭവിക്കാൻ തുടങ്ങി. മുഴുവനും തള്ളു മാത്രമായിരുന്നു മോദി ഗവൺമെൻറ് ഇന്ത്യക്ക് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന.